ആമേൻ. ഇന്ന് നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഇന്നത്തെ ഈ ഞായറാഴ്ചത്തേക്ക് എന്തെങ്കിലും പ്രത്യേകതയായിട്ട് ഉള്ളതായിട്ട് ആർക്കെങ്കിലും അറിയാമോ? പെന്തക്കോസ്റ്റ് സൺഡേ ആണ് ഇന്ന് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ്റും ക്രിസ്തീയ ഗോളും പെന്തക്കോസ്റ്റ് സൺഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഓർമ്മിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. The Christendom celebrates this day as a day of Pentecost. ആമേൻ. ഇന്ന് പൽക്കാലം അല്പസമയം അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. And I desire to speak on it today. ആമേൻ. ഞാൻ അതിനു മുമ്പേ ഒരു ചെറിയ കഥ നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. Let me begin with narrating a story. ആമേൻ. ഒരു യുവ പ്രാസംഗികൻ ഒരു ഗ്രാമത്തിലേക്ക് താൻ പ്രസംഗിക്കുവാൻ തക്കവണ്ണം ശുശ്രൂഷയ്ക്കായിട്ട് കടന്നുപോയി. A young preacher went into a village to deliver sermons. അന്ന് ഒരു വൈകുന്നേരത്താണ് താൻ കടന്നു പോകുന്നത്. അവിടെ പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. So he was in this village in an evening and this village had no electricity. അപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലാത്തത് കൊണ്ട് അവർ അടുത്തുള്ളതായി സിറ്റിയിലേക്ക് കടന്നു എന്നിട്ട് പട്ടണത്തിലേക്ക് കടന്നു വന്ന ഒരു ജനറേറ്ററെ കൊണ്ടുവന്നു. ഒരു ജനറേറ്റർ അവരെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി. And therefore they got to a neighboring town and got a generator. എന്നാൽ ആ ജനറേറ്റർ കൊണ്ടുവന്നിട്ട് അത് സ്റ്റാർട്ടാക്കുവാൻ തക്കവണ്ണം വളരെ ഏറെ പരിശ്രമിക്കുന്നതായ ഒരു കൂട്ടരെ അവിടെ കാണുവാനിടയായി. And they were struggling to get this generator started. ആമേൻ. ആ ജനറേറ്റർ വളരെ നല്ല കണ്ടീഷൻ ആയിരിക്കുന്നതായ ജനറേറ്ററാണ്. The generator looked in great condition. ഒരാൾ ചെന്ന് അതിന്റെ ടാങ്കിലേക്ക് തുറന്നു നോക്കിയിട്ട് അതിനകത്ത് ഗ്യാസ് ഉണ്ടോ പെട്രോൾ ഉണ്ടോ എന്ന് നോക്കുവാൻ തക്കവണ്ണം അതിനകത്ത് ഇഷ്ടം പോലെ പെട്രോൾ ഉണ്ട്. So they opened up the gas tank. It was filled with the gas. മറ്റൊരാൾ ചെന്ന് നോക്കുകയാണ് അതിനകത്ത് ഓയിൽ ഉണ്ടോ എന്ന്. ഓയിലും കറക്റ്റ് ആയിട്ടുണ്ട്. Another person inspected to make sure there's oil in it. അവർ ഏതാണ്ട് 1 മണിക്കൂറോളം അതിനകത്ത് പണിപെട്ടു. പക്ഷെങ്കിൽ അതിനകത്ത് യാതൊരു വിധത്തിൽ അതിന് സ്റ്റാർട്ടാക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. So they spent about an hour trying to get it started, but it didn't. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വയോധികൻ ആ സ്ഥലത്ത് കടന്നു വരുവാൻ തക്കവണ്ണം After some time, a preacher was ഒരു വയോധികൻ മീൻസ് ഓൾഡർ പേഴ്സൺ. Elder person. An elder person was walking by. അദ്ദേഹം കടന്നു വന്നിട്ട് ഒരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ. So this elder person asked only one question. നിങ്ങൾ ഈ ജനറേറ്ററിൻ്റെതായ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ടോ? So he asked, did you turn on the switch? ആമേൻ. അവർ അത് കേട്ട മാത്രമേലാണ് സ്വിച്ചിന്റെ കാര്യം അവർ ഓർക്കുന്നത്. It was only then it struck them that they had to turn on a switch. ആമേൻ. ആ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞ് ജനറേറ്റർ പുള്ളിയുവാൻ തക്കവണ്ണം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി. So the moment they turned the switch on, the generator began to work and power. അത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മൈക്ക് സെറ്റ് ഓണായി. And the moment it was on, the mic set began to work. പ്രവർത്തിക്കുവാൻ തക്കവണ്ണം തുടങ്ങിയപ്പോൾ ലൈറ്റ് ഓണായി. The lights turned on. അത് പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ ഫാൻ കറങ്ങുവാൻ തുടങ്ങി. The fan started working too. അത് മാത്രമല്ല ഇവാഞ്ചലിസ്റ്റ് ശുശ്രൂഷകൻ അവിടെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. And then this young evangelist began his preaching. ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത് പലപ്പോഴും പല സഭകളും പല ജീവിതങ്ങളും ഇതുപോലെയുള്ളതായ അവസ്ഥയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. And many lives and churches are going through such a similar situation. ഇന്ന് നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ പെന്തക്കോസ്തുകാരെന്നുള്ളതായ പേരല്ല നമുക്ക് വേണ്ടുന്നത്. നാം നേരിൽ ഈ ദിവസങ്ങളിൽ പെന്തക്കോസ്തിൻ്റെതായ അനുഭവം പ്രാപിച്ചവരായി ഹല്ലേലൂയ ദൈവമായ കർത്താവിൻ്റെതായ ആ പ്രത്യേക ശക്തിയോടുകൂടെ ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. This morning we should not be just called Pentecostals, but we should have the Pentecostal experience and live in the grace of God. ദൈവജനത്തിന് ദൈവം നൽകിയിരിക്കുന്നതായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇവിടെ ആയിരുന്നപ്പോൾ താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പേ തന്റെ ശിഷ്യന്മാരോടും തന്നെ അനുഗമിച്ചതായ പ്രിയപ്പെട്ടവരോടും പറഞ്ഞതായ പ്രത്യേകമായ കാര്യമാണ്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുമ്പോഴും ആ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കണം. And Jesus before his ascension told his disciples,
wait until the power comes down from above. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നാം ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് മറ്റുള്ളവരെ ഹല്ലേലൂയ പല വിധത്തിലും പല തരത്തിലും പല രീതിയിലും നമുക്ക് പല കാര്യങ്ങൾ ധരിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയും. And as we are here, we can make known to others through our speech and through our experiences. എന്നാൽ കർത്താവ് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ് ഹല്ലേലൂയ നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുമ്പോഴും ഈ യെരൂശലേം വിട്ട് പോകരുത്. And Jesus told his disciples, until the power comes down from above, do not depart from Jerusalem. അവർ യേശുവിനോടൊപ്പം സഞ്ചരിച്ചതായ ശിഷ്യന്മാർ, The disciples who traveled with Jesus, അവൻ യേശുവിൻ്റെതായ പഠിപ്പിക്കലുകളും ഒക്കെയും വളരെ ശ്രദ്ധയോട് കേട്ടതായ ശിഷ്യന്മാർ, the disciples that paid attention to what Jesus taught them, യേശുവിനോടൊപ്പം ഒപ്പം നടന്നതായ ശിഷ്യന്മാർ, the disciples that walked with Jesus. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ കർത്താവിൻ്റെതായ സ്വർഗാരോഹണത്തിന് ശേഷം ആ കർത്താവിന്റെ അസാന്നിധ്യത്തിൻ്റെതായ മധ്യത്തിൽ കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങളെ സകല സത്യത്തിലും ജയകരമായി വഴി നടത്തുവാൻ തക്കവണ്ണം ഞാൻ ഒരു കാര്യസ്ഥനെ നിങ്ങളുടെ മധ്യത്തിൽ അയക്കും. So Jesus tells the disciples, I will send you a comforter who will lead you in all truth. ദൈവജനമേ, ഇന്ന് നാം ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്നത് ഹല്ലേലൂയ പ്രോഗ്രാംസ് അല്ല. പ്രോഗ്രാംസ് ആവശ്യമാണ്, എന്നാൽ അതിലുപരിയായി നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെതായ പവറാണ്, ശക്തിയാണ്, ആത്മാവിൻ്റെതായ ശക്തിയാണ് എന്ന് പൽക്കാലം ഞാൻ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. I want to remind you what we need is not just programs, but we need the power of God to work in our lives. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെതായ ജനം ഹല്ലേലൂയ കർത്താവ് പറഞ്ഞതുപോലെ മാളിക മുറിയിൽ ഒരുമിച്ച് കൂടിയിരുന്ന് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ചതായ വേളയിൽ, അവർ കാത്തിരുന്നതായ വേളയിൽ വാഗ്ദത്ത പ്രകാരം ഹല്ലേലൂയ തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു എന്ന് നമുക്ക് ദൈവദിനത്തിൽ കാണാൻ കഴിയും. We learn from the word of God that they waited as per the instructions of Jesus, and the Trinity, the Holy Spirit came down and dwelt among them. ആമേൻ. നമുക്കൊരു വേദഭാഗം വായിക്കാം. ഒന്ന് അതേ അധ്യായത്തിൽ തന്നെ 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാമോ? Acts chapter 1 verse 8. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ. But you will receive power when the Holy Spirit comes on you. You will be my witnesses in Jerusalem and all Judea and to the ends of the earth. കർത്താവ് അവരോട് പറഞ്ഞതായ ഒരു കാര്യമാണ്. എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. So Jesus tells them that you have to wait till you receive the power, and once you receive it, you will be my witnesses across the world. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്, ആമേൻ, നിങ്ങൾ പോയി സുവിശേഷം പറയുക, അല്ലെങ്കിൽ പ്രസംഗിക്കുക, അല്ലെങ്കിൽ ചെന്ന് അത്ഭുതങ്ങൾ നടത്തുക, അല്ലെങ്കിൽ അടയാളങ്ങൾ നടത്തുക എന്നല്ല. So Jesus has not told them, go now, start, be my witness, do the miracles. That's not what he told them yet. ആമേൻ. ഹല്ലേലൂയ. ഇതെല്ലാം കർത്താവ് കാണിച്ചു കൊടുത്തതായ കാര്യങ്ങൾ തന്നെയാണ്. These were all what Jesus has demonstrated. ആമേൻ. എന്നാൽ അതിനെല്ലാം മുമ്പേ നമ്മൾ ചെയ്യേണ്ടതായ ഒരു കാര്യമുണ്ട്. But before all that, there is something you must do first. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെതായ പരിശുദ്ധാത്മാവിൻ്റെതായ ശക്തി ഇല്ലെങ്കിൽ നാം ചെയ്യുന്നതെല്ലാം ആമേൻ വൃഥാവായി പോകുമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. What we learn from this is, until we do this, receive the Spirit and do this, it will be in vain. ദൈവജനമേ, ശക്തിയില്ലാതെ നടത്തുന്നതായ ആമേൻ ഏത് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധ
പരിശുദ്ധാത്മാവിൻ്റെതായ അവൻ സപ്പോർട്ടില്ലാതെ ഹല്ലേലൂയ നാം ചെയ്യുന്നതായ എല്ലാ പ്രവർത്തനവും വെള്ളത്തിൽ വരച്ച വര പോലെ മാത്രമേ ആകുകയുള്ളൂ. Anything that we do without the strength and power of the Holy Spirit is in vain. ദൈവമേ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ അവൻ ദൈവത്തിന് അവൻ പ്രസാദമുള്ളതായ ജീവിതം നാം നയിക്കണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ്റെതായ ശക്തിയാണ്. If we need to lead a pleasing life in our personal life, family, in church, we need the power and the Spirit of God. അവൻ ഹല്ലേലൂയ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹല്ലേലൂയ ദൈവമായ കർത്താവ് അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ ഏറ്റവും നല്ല ഗുരുവും തൃത്വത്തിൽ രണ്ടാമനുമായതുകൊണ്ട് കർത്താവ് അവർക്ക് വേണ്ടുന്നതായ ജ്ഞാനം ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. And Jesus, while he was there, imparted the wisdom and knowledge upon the disciples. അവൻ കർത്താവിനെ കുറിച്ചുള്ള അറിവ്, The knowledge of Christ, പിതാവായ ദൈവത്തെ കുറിച്ചുള്ളതായ അറിവ്, about the knowledge of God the ഈ Father. അവൻ അതുപോലെ കർത്താവ് പഠിപ്പിച്ചതായ ഓരോ വിഷയങ്ങളെ കുറിച്ചുള്ളതായ ജ്ഞാനം അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. They received knowledge about everything Jesus taught them. എന്നാൽ ഹല്ലേലൂയ നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശുവിനെ ഹല്ലേലൂയ അവൻ പടയാളികളും അതുപോലെ യഹൂദന്മാരും പിടിച്ചുകൊണ്ട് പോയതായ വേളയിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും ഭയത്തിന്റെ വലയത്തിനുള്ളിൽ അകപ്പെട്ടു പോയി. But when the Jews and the soldiers took Jesus, the disciples were captured in fear. നമുക്കറിയാമല്ലോ ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെതായ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അവരുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം ആകപ്പാടെ മാറി മറിഞ്ഞത് ദൈവം നമ്മെ പഠിപ്പിക്കുന്നതായ സത്യമാണ്. But what we learn from the word is when the Spirit disappeared upon them, their lives turned topsy-turvy. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ പത്രോസിനെ തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുത്താൽ, Let's take the example of Peter himself. പത്രോസ് നമ്മുടെ കർത്താവായ യേശുവിനെ 3 പ്രാവശ്യമാണ് തള്ളി പറഞ്ഞത്. Now Peter denied Jesus 3 times. എത്ര പ്രാവശ്യം തള്ളി പറഞ്ഞ? 3 പ്രാവശ്യം. 3 times he denied. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഈ യേശുവിനെ തള്ളി പറഞ്ഞത്? Why might have he denied Jesus? ഭയം കൊണ്ടായിരുന്നല്ലേ? തന്നെയും പിടിച്ച് അവര് തടവിലാക്കുമോ, ക്രൂശിക്കുമോ, ഉപദ്രവിക്കുമോ എന്നുള്ളതായ ഭയത്തോടു കൂടിയായിരുന്നു താൻ തള്ളി പറഞ്ഞത്. ഈ വ്യക്തിയെ എനിക്കറിയില്ല, നിങ്ങൾ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പോലും അദ്ദേഹം പറയുകയാണ്. It was fear that made Peter deny Jesus to the point he said, I don't even know what you're talking about. എന്നാൽ നമുക്ക് ഇതേ പത്രോസിനെ നമുക്ക് മാളിക മുറിയിൽ ഹല്ലേലൂയ നമ്മളെ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടവനായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചതിന് ശേഷം ഈ പത്രോസിനെ എങ്ങനെയല്ല കാണുന്നത്? ഈ പത്രോസ് ഒരു വാറിയ വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. But the same Peter, once he received power in the upper room, we know that he transformed. He was a different person. ഹല്ലേലൂയ അവിടെ നിൽക്കുന്നതായ വേളയിൽ ഹല്ലേലൂയ ഒരു വലിയ പരിവർത്തനം ചെയ്യപ്പെട്ട ഒരു മാറ്റം സംഭവിച്ച ഒരു വ്യക്തിയെയാണ് നമുക്ക് അവിടെ കാണാൻ തക്കവണ്ണം കഴിയുന്നത്. And then we are introduced to this Peter who has been transformed. ദൈവമേ, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനം എല്ലാവരും, ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും നാം വെറുതെ ദൈവമായി കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നിട്ട് വന്നതുപോലെയല്ല പോകേണ്ടത്. ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ്റെതായ ശക്തിയാൽ നിറയപ്പെട്ടുകൊണ്ട് അഭിഷേകത്തിന്റെ ശക്തിയോട് വേണം നമുക്ക് മടങ്ങിപ്പോകുവാൻ. Let us not come to church and depart in the same manner, but be filled with the power and the anointing of the Spirit of God. എന്നെയും നിങ്ങളെയും ഭയപ്പെടുത്തുന്നതായ ചുറ്റുപാടുകൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടേക്കാം. We may encounter frightening circumstances in our life. നമ്മുടെ ജീവിതത്തിൽ നമ്മെ പുറകോട്ട് വലിക്കുന്നതായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. The things that may even pull you back into the old. എന്നാൽ ഇത് വൽക്കാലം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം
തക്കവണ്ണമുള്ളത്. ഹല്ലേലൂയ. അവൻ ഏത് വ്യക്തിയെയും ഹല്ലേലൂയ ക്രിസ്തുവിൽ ധൈര്യത്തോടെ നിർത്തുവാൻ തക്കവണ്ണം കഴിയുന്ന ഹല്ലേലൂയ ആത്മാവിന്റെ ശക്തിയാണ് അവിടെ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. Our Christ has promised a spirit that is able to make us stand in any circumstances. അവൻ അപ്പോസ്തലനായ പത്രോസിന്റേതായ പ്രസംഗത്തിൽ നമ്മൾ കാണുമ്പോൾ ഹല്ലേലൂയ വാഗപ്പാടെ ആള് മാറിയവനായി ഹല്ലേലൂയ അതുവരെയും അവര് കണ്ടതായ ഒരു പത്രോസിനെ അല്ല, ഹല്ലേലൂയ അവന്റെ വാക്കുകൾക്ക് മാറ്റം, സ്വഭാവത്തിന് മാറ്റം, ഹല്ലേലൂയ വാക്കുകൾക്ക് ശക്തി കൂടുതൽ. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റേതായ ശക്തിയാണ്. We see Peter is now transformed. His speech is powerful. It is the Spirit of God that transformed Peter. ഹല്ലേലൂയ. ഓർത്ത് യേശുവിനെ തള്ളി പറഞ്ഞവൻ ഇപ്പോൾ ഹല്ലേലൂയ യേശു മാത്രമാണ് രക്ഷകനെന്ന് ഏറ്റുപറയുവാൻ ഹല്ലേലൂയ അവനെ ഉയർത്തുവാൻ തക്കവണ്ണം പ്രേരിപ്പിച്ച സംഗതി എന്നത് ചോദിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റേതായ അഭിഷേകമാണ്. Peter, who denied Jesus, now is preaching Jesus and says, this is the only salvation. It is the Spirit that transformed him. നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് പത്രോസ് അവിടെ ദൈവത്തിന്റെ വചനം അവർ മനസ്സിലാകുന്നതായ നിലയിൽ അവരോട് സംസാരിച്ചു. And what we see, Peter is able to speak to the people in a way they understand. അവിടെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ If we come turn attention to Acts, ആ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. in chapter 2 verse 41 we read this way. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. Those who accepted his message were baptized. On the day 3,000 were added to the church. ആമേൻ. ഹല്ലേലൂയ. ഒരു വ്യക്തിക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ വന്നതായ മാറ്റമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. And here is the change, the transformation that we see when the Spirit enters a person. ആമേൻ. ഹല്ലേലൂയ. ഈ വ്യക്തി തന്നെയാണോ കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ കർത്താവിനെ തള്ളിപ്പറഞ്ഞതായ വ്യക്തി എന്ന് ചോദിക്കുമാറ് ഹല്ലേലൂയ വ്യക്തികൾക്ക് മാറ്റം വരുത്തുവാൻ, സ്വഭാവത്തിന് മാറ്റം വരുത്തുവാൻ, വാക്കുകൾക്ക് മാറ്റം വരുത്തുവാൻ, ശുശ്രൂഷയ്ക്ക് മാറ്റം വരുത്തുവാൻ, ജീവിത ശൈലിക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റേതായ അഭിഷേകം. The anointing of the Spirit of God is such that it can change you, your words, your ministry, your behavior, everything can be changed. ദൈവമേ, നമുക്ക് വളരെ ക്ലീൻ ആയിട്ട് വന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് നമുക്ക് ഹല്ലേലൂയ വളരെ ഡീസന്റ് ആയിട്ട് വന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് പോകാം. അങ്ങനെ ആരാധിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. There are many who can come to the presence of God and worship very in decent manner. ആമേൻ. എന്നാൽ ദൈവമായി കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ ദൈവമായി കർത്താവിന് തക്ക മഹത്വം കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ടുകൊണ്ട് ഹല്ലേലൂയ ആത്മാവിൽ ഹല്ലേലൂയ നിയന്ത്രിക്കപ്പെടുന്നതായ ഒരു കൂട്ടത്തെയാണ് ദൈവം നോക്കുന്നത്. But God is looking for a church that is led and controlled by the Spirit. ആമേൻ. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എത്ര എത്രമായ കാർ ഉണ്ടെന്ന് പറഞ്ഞാലും No matter how wonderful a car you have, ഹല്ലേലൂയ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളതായ കാർ ആയിരിക്കാം. it may be a beautiful car. ആമേൻ. അകത്ത് ആമേൻ നല്ല ലെതർ സീറ്റഡ് ഇതെല്ലാം വെള്ളം നല്ല വെക്യുപ്ഡ് ആയിട്ടുള്ളതായ ഒരു നല്ല കാർ ആയിരുന്നു വിചാരിക്കുക. It may be a well upholstered equipped car. ആമേൻ. നിങ്ങൾ വളരെ അധികം ഡോളർ കൊടുത്ത് സമ്പാദിച്ച കാറാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. Imagine a car that you bought with your money. ഇതൊക്കെ ആണെങ്കിലും ഇതിനെ ഹൈവേയിൽ ഒന്ന് ഓടിക്കണമെങ്കിൽ ഇതിന്റെ ടാങ്കിനകത്ത് ഇന്ധനം ആവശ്യമാണ്. But if you have to drive on the highway, it needs the fuel. ഈ ഇന്ധനമാണ് ഞാൻ ഇന്ന് വൽക്കാലം പറയപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരിക്കുന്നതായ ഈ ഊർജം, ഈ ശക്തി. It is the same fuel that is the Spirit of God, that is the power. ദൈവമേ, ഇന്ന് വൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് അവിടുത്തെ കൃപയല്ല, അവിടുത്തതായ ശക്തി ഇല്ലാതെ എനിക്ക്
എനിക്ക് ഒരു മിനിറ്റ് പോലും മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി സമ്മതിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് പൽക്കാലം അതായത് ആരാധനയുടെ മധ്യത്തിൽ അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം ഹല്ലേലൂയ അവർ കഴിവുള്ള അവർ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. If you agree this morning that without the power and grace you cannot go forward, he is able to fill you with it and take you forward. ആമേൻ ഹല്ലേലൂയ. ഈ ശക്തി അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് കർത്താവിന്റെ സന്നിധിയിൽ സാക്ഷികളായി തീരുവാൻ ഇടയായത്. It is when this power came upon them that they become a testimony for Jesus. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്രോസ് അവിടെ അവൻ സാക്ഷിയായി തീരുന്നു. So Peter becomes a witness. അവൻ അവിടെ കൂടിയതായ സകലമാന പേരും ഹല്ലേലൂയ ദൈവമായ കർത്താവിൻ്റെതായ അവരറിഞ്ഞ സത്യത്തിൻ്റെതായ സാക്ഷികളായി മാറുകയാണ്. They all became a witness about the truth that they experienced. ദൈവമേ ഇന്ന് പൽക്കാലം ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൻ്റെതായ ശക്തി എന്നിലും നിങ്ങളിലും വന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ സാക്ഷീകരിപ്പാനായിട്ടുള്ളതായ ശക്തി കർത്താവ് നൽകി തരും. When the power comes upon us, he will strengthen us to be a witness for him. രണ്ടാമത് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ആമേൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവാണ് ഹല്ലേലൂയ അവരുടെ മധ്യത്തിൽ ഒരു ഐക്യത കൊണ്ടുവന്നത്. The second word we observe is the Holy Spirit unites them. ആമേൻ ഹല്ലേലൂയ അവര് എല്ലാവരും ഒരേ മനസ്സോടുകൂടെ എന്താണ് ഹല്ലേലൂയ ഒരുമിച്ച് കൂടിയിരുന്നു. You see, they all became of one mind and sat together. ഇതിനു മുമ്പേ നമുക്കറിയാം അതായത് ശിഷ്യന്മാരെ കുറിച്ച് ഞങ്ങളിൽ ആരാണ് വലിയവൻ, ഞങ്ങളിൽ ആരാണ് ചെറിയവൻ എന്നുള്ളതായ നിലയിൽ പലതരത്തിലുള്ളതായ ഡിസ്പ്യൂട്ട്സ് ആർഗ്യുമെന്റ്സ് ഒക്കെ അവരുടെ മധ്യത്തിൽ നടന്നത് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയും. We read in the word of God how the disciples quarreled among them who is greatest. എന്നാൽ പെന്തക്കോസ്ത് നാൾ വന്നു കഴിഞ്ഞപ്പോൾ അവൻ ആത്മാവിൻ്റെതായ ശക്തി അവരിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർ ഒരു ബോഡി ആയിട്ട് അവർ മാറി. But on the day of Pentecost, when the Spirit came upon them, they became of one body and one mind. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുത്തുന്നതായ ഒരു മാറ്റമാണ്. This is a transformation that the Spirit brings upon us. അവൻ പലപ്പോഴും നമ്മളെ വിഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മെ ഹല്ലേലൂയ പലതരത്തിലേക്ക് പല ദിക്കുകളിലേക്ക് മാറ്റുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ്റെതായ ശക്തിയുടെ അഭാവമാണ്. It is the absence of the Spirit that divides church. എന്നാൽ ഇന്ന് പൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും ദൈവമായി കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് ഒരേ മനസ്സോട് ഒരേ ആത്മാവോട് ഒരേ ഒത്തൊരുമയോട് നിൽക്കണമെങ്കിൽ നമുക്ക് വേണ്ടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. We need the power and the Spirit to be united of one spirit and one body. ഹല്ലേലൂയ. ഈ അന്യഭാഷ അല്ലെങ്കിൽ ഈ കർത്താവിൻ്റെതായ ഹല്ലേലൂയ ആത്മാവിൻ്റെതായ ശക്തി എന്ന് പറയപ്പെടുന്നത് വെറും ചില ഭാഷകളുടേതായ ആമേൻ പറയുന്നത് മാത്രമല്ല. The power of Holy Spirit is not just speaking in tongues. അവർ ദൈവത്തിന്റെ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട് അവരുടെ ആത്മാവിനാൽ നിറയപ്പെട്ട് അവരുടെ ജീവിതം ദൈവത്തിന്റെ ആത്മാവ് എന്തു പറയുന്നുവോ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. The Spirit of God will come to you and will control your life. ഞാനൊരു ഉദാഹരണം പറയാം. പ്രത്യേകിച്ച് ഹല്ലേലൂയ നമ്മൾ പലപ്പോഴും സിംഫണി ഓർക്കസ്ട്ര നമ്മൾ കണ്ടിട്ടുണ്ട്. We all have seen symphonies and orchestras. സിംഫണി ഓർക്കസ്ട്ര നമ്മൾ എടുത്തു നോക്കുമ്പോൾ ചിലപ്പോൾ ചില ഓർക്കസ്ട്രയിലേക്ക് എടുത്തു നോക്കുമ്പോൾ നൂറ് കണക്കിന് ഇൻസ്ട്രുമെന്റ്സ് പ്ലേയേഴ്സ് ആണ് അതിനകത്ത് പ്ലേ ചെയ്യുന്നത്. And when we observe, sometimes there are hundreds of musicians playing instruments. വയൽ അതായത് വിൻഡ് ഇൻസ്ട്രുമെന്റ്, അതുപോലെ സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ്, അതുപോലെ പലതരത്തിലുള്ളതായ ഇൻസ്ട്രുമെന്റ്സ് നൂറുകണക്കിന് അതുപോലെ റിതം, ഇതുപോലെ പലതരത്തിലുള്ളതായ അനേക മ്യൂസിഷ്യൻസിനെ കൊണ്ട് നിറയപ്പെട്ടതാണ് ഒരു സിംഫണി എന്ന് പറയപ്പെടുന്നത്. So the symphony is filled with musicians playing different kinds of musical instruments. ഈ ഇത്രയും നൂറുകണക്കിന് ഇൻസ്ട്രുമെന്റ്സ് പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും അതിനെ നിയന്ത്രിക്കുന്നതായ ഒരു ഓർക്കസ്ട്രേറ്റർ മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരിക്കും. But even though there are hundreds of musicians, there is one person, the director, who is organizing it. അദ്ദേഹം മുന്നിൽ നിന്നുകൊണ്ട് എങ്ങനെ കൈ കാണിക്കുന്നുവോ, എങ്ങനെ ആംഗ്യം കാണിക്കുന്നുവോ, എങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നുവോ അതിനനുസരിച്ചായിരിക്കും ഈ സിംഫണി അവിടെ പ്ലേ ചെയ്യുന്നത്. And this
orchestrator stands in the front, and it is through his direction that everybody plays together. ആമേൻ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത് ഇദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യം പ്ലേ ചെയ്യാതെ മറ്റൊരു സംഗതിയാണ് അവർ പ്ലേ ചെയ്യുന്നെങ്കിൽ അതാകപ്പാടെ അവതാളത്തിലും അത് അരോചകവും അത് കേൾക്കുവാൻ യാതൊരു മാധുര്യമില്ലാത്തതായി മ്യൂസിക്കായിട്ട് മാറും. But if anybody does not follow the instruction, it can ruin it and make it terrible music. ഞാൻ പറഞ്ഞു വരുന്നതായി താല്പര്യം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇഹലോക ജീവിതത്തിൽ ഹല്ലേലൂയ ആത്മാവിൻ്റെതായ ഐക്യതയിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിയുമ്പോൾ നാം ഒരു കൊടക്കീഴിൽ ഹല്ലേലൂയ ആത്മാവിൻ്റെതായ നിയന്ത്രണത്തിന് കീഴിൽ കടന്നു വരുമ്പോൾ നമ്മൾ ചെയ്യുന്നതല്ല ആത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. ഒരു വിധത്തിലും അവിടെ നിന്ന് അപശബ്ദങ്ങൾ അപശ്രുതികൾ ഉണ്ടാകുവാൻ പാടില്ല. But if we are under the Spirit, we will harmonize together, and we will be together. ആമേൻ ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, ഇന്ന് പല സഭകളും ഭിന്നിച്ച് അവൻ ചിതറിപ്പോകുന്നതിൻ്റെതായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ ആത്മാവിന് അവിടെ സ്ഥാനമില്ലാതെ പോകുന്നത് കൊണ്ടാണ്. Many churches are breaking because there is no place for the Spirit of God. ആമേൻ. മൂന്നാമത് പെട്ടെന്ന് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത് ആത്മാവിൻ്റെതായ ഹല്ലേലൂയ വരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകരുവാനായിട്ടാണ്. The third is the Spirit of God is to display the not the fruits. ആമേൻ. ഗിഫ്റ്റ്സ് ഓഫ് ദി Gifts of Spirit. ആമേൻ. ദൈവമായ കർത്താവിൻ്റെതായ സന്നിധിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഹല്ലേലൂയ ദൈവം നൽകുന്നതായ ഗിഫ്റ്റ്സ് ആത്മാവിൻ്റെതായ ഹല്ലേലൂയ ആ വരങ്ങൾ ഹല്ലേലൂയ നമുക്ക് സഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് കർത്താവ് നൽകുന്നത്. And these gifts have been given for the further of involvement of the church. നമുക്കറിയാം നമ്മുടെ ശിഷ്യന്മാർ കർത്താവിനെ അനുഗമിച്ചതായ ശിഷ്യന്മാർ അവർ നടന്നുപോയ സ്ഥലങ്ങളിൽ ഹല്ലേലൂയ പത്രോസിൻ്റെതായ നിഴൽ തട്ടിയപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമായി. We see when Peter was walking, those who were with sickness were healed just when the shadow fell upon him. ശിഷ്യന്മാർക്ക് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. The disciples were able to raise from dead. അവർക്ക് ഭൂതങ്ങളെ പുറത്താക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. They were able to cast out evil spirits. അവർ അത്ഭുതങ്ങൾ അടയാളങ്ങൾ കർത്താവിന്റെ നാമത്തിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. They were able to display signs and miracles in the name of ഇന്നെന്നെ Jesus. കേൾക്കുന്ന ദൈവജനമേ, ഇത് 2000 പരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം മാത്രമായി നിൽക്കുന്നില്ല. Today it is not just about an incident that happened 2000 years ഇന്നും ago. അതേ കർത്താവ് ഹല്ലേലൂയ അതേ പരിശുദ്ധാത്മാവ് അത് പ്രാപിച്ചവരുടെ മധ്യത്തിൽ പ്രവർത്തിപ്പാൻ നമ്മുടെ കർത്താവിന് കഴിയും. The same Christ is able to do that even today through those who believe. ആമേൻ ഹല്ലേലൂയ. ദൈവമായ കർത്താവിൻ്റെതായ ശക്തിക്ക് ഇതുവരെ മാറ്റം വന്നിട്ടില്ല. The power of God has not changed today. ആമേൻ. ശക്തിക്ക് ഇന്നലെ എന്തുണ്ടായിരുന്നോ അതേ ശക്തി ഇന്നുണ്ട്. ഇന്ന് എന്തായിരിക്കുന്നുവോ അത് നാളെയും കാണും. കാരണം അനന്യനാണ് നമ്മുടെ കർത്താവ്. It is the unchanging power of God that does not change yesterday, today, tomorrow. ഹല്ലേലൂയ. ദൈവജനമേ, ഞാനും നിങ്ങളും മനുഷ്യർ കാണുമ്പോൾ ഹല്ലേലൂയ വെറും മൺപാത്രങ്ങളായിട്ടായിരിക്കും അവർ കാണുന്നത്. When humans see us, they may see like clay pots. എന്നാൽ ദൈവത്തിൻ്റെതായ ശക്തി മൺപാത്രങ്ങളിൽ നിറയപ്പെട്ടാൽ ഹല്ലേലൂയ മനുഷ്യർ നമ്മെ കുറിച്ച് അവൻ ഗണിക്കുവാൻ കഴിയാത്ത നിലയിൽ ഉദ്ദേശിക്കുവാൻ കഴിയാത്തതായ നിലയിൽ എന്നെയും നിങ്ങളെയും ഹല്ലേലൂയ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. But our God is able to make you work in a way, unexpected ways that the world cannot imagine. ആമേൻ. ഇവിടെയൊക്കെ നമുക്ക് അനേക ഉദാഹരണങ്ങൾ എനിക്ക് പറയുവാൻ തക്കവണ്ണമുണ്ടെങ്കിലും അവിടേക്ക് ഞാൻ ഇന്ന് പകൽക്കാലം കടന്നു പോകാൻ താല്പര്യപ്പെടുന്നില്ല. Although I have many illustrations to give, I don't have the time. ദൈവജനമേ, നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ പരിശുദ്ധാത്മാവിലൂടെ ലഭിച്ചിരിക്കുന്നതായ വരം നമ്മുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുവാനായിട്ടുള്ളതല്ല. അത് ബിസിനസ് ചെയ്യുവാൻ വ്യാപാരം ചെയ്യുവാനായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന കാര്യമാണ്.
And these gifts are given to us not to just store it, but to trade it for Jesus. അവൻ ഈ ദിവസങ്ങളിൽ ഈ അന്ധകാരം നിറയപ്പെട്ടതായി ഈ ലോകത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടവരായി ഹല്ലേലൂയ ഒരു ഫ്ലാഷ് ലൈറ്റ് പോലെ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിലൂടെ നിങ്ങളിലൂടെ പ്രവർത്തിക്കുമ്പോൾ അന്ധകാര നിബിഡമായി ഈ ലോകത്തിൽ വെളിച്ചം പരത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. And the Spirit of God is able to use us to spread light in this dark world. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിയും നമ്മൾ ജീവിക്കുന്ന ഒരു അന്ധകാര ലോകത്തിലാണ്? How many of you believe that we live in a dark world? അവൻ നമ്മെ അംഗീകരിക്കുന്ന ഒരു തുലവും വളരെ ചുരുക്കമാണ്. നമ്മുടെ വിശ്വാസം അംഗീകരിക്കുന്നവർ വളരെ കുറവാണ്. There are few who acknowledge us and acknowledge our belief. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർ നമ്മെ പരിഹസിച്ചേക്കാം. Others may despise us when we talk about Jesus. യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നീ ഈ ലോകത്തിൽ ഈ യുഗത്തിൽ ജീവിക്കേണ്ടവനല്ല എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. They may tell you to not belong to this world. അതിനെ ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. We do not need to worry about it. ദൈവത്തിന്റെ വചനം അങ്ങനെ തന്നെയാണ് പറയുന്നത്. Because the word tells accordingly so. എന്നാൽ എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിലൂടെ നിങ്ങളോട് പ്രവർത്തിക്കുമ്പോൾ ആ അന്ധകാരത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ നിത്യപ്രകാശത്തിലേക്ക് വലിച്ചു മാറ്റുവാൻ ഹല്ലേലൂയ അതിനെ ഗതി മാറ്റി വിടുവാൻ കഴിയുമെങ്കിൽ നമ്മൾ ഏറ്റവും ധന്യരാണ്. We will be privileged and lucky if that Spirit can work through us to draw someone from the darkness into eternal light. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്നതായി ദൈവമേ, നാം പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ട് പോകുന്നവരായിട്ടല്ല. ഹല്ലേലൂയ അതിൻ്റെതായ ആ നിറവ് അനുഭവിച്ച് കടന്നു പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് നമ്മെ സമർപ്പിക്കാം. May we submit ourselves so that we are not just listeners but who can experience the power of the Spirit. ആമേൻ. ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറയട്ടെ. Let me give you another example. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഞ്ചസാര കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞൊന്നിരിക്കട്ടെ. Let imagine that I've asked all of us to consume sugar. ആമേൻ. എല്ലാവർക്കും ഒരുമിച്ച് പഞ്ചസാര കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പേപ്പറിൽ പഞ്ചസാര എഴുതിയിട്ട് നിങ്ങൾക്ക് തരിക. So I write on a piece of paper and say, here is sugar, and give all of you. നിങ്ങൾ നോക്കിയപ്പോൾ അതിനകത്ത് നിങ്ങൾ എന്താ വായിച്ചേ? When you read that piece of paper, what do you read? പഞ്ചസാര എന്നല്ലേ വായിച്ചേ? It is written sugar on it. ഇനി നിങ്ങൾ അതൊന്ന് ലിക്ക് തന്നിരിക്കട്ടെ, അതൊന്ന് നിങ്ങൾ നാക്കിലൊന്ന് തൊട്ട് നോക്കിന്നിരിക്കട്ടെ. Imagine if you put that paper to your mouth. ആമേൻ. ഹല്ലേലൂയ. പഞ്ചസാരയുടെ അതിന്റെ രുചി അതിനകത്ത് വരും, മധുരം അതിനകത്ത് കാണുമോ? Will you be able to experience the sweetness of the sugar? ഇന്ന് പലപ്പോഴും നമ്മൾ പേപ്പറിൽ ഹല്ലേലൂയ രുചിച്ച് നോക്കുന്നതായി പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പേപ്പറിൽ രുചിച്ച് നോക്കുന്നതായ വിശ്വാസികളുടെ ഒരു ഗണമായിട്ട് മാറിയിരിക്കുകയാണ്, അതപ്പതിച്ചിരിക്കുകയാണ്. പെന്തക്കോസ്ത് ഗോളം ഹല്ലേലൂയ ഇന്ന് പൽക്കാലം ഹല്ലേലൂയ നമ്മൾ പേരിലല്ല, നമുക്ക് നേരിൽ തന്നെ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ എത്ര പേർക്ക് ഇന്ന് പൽക്കാലം മനസ്സുണ്ട്? How many desire to really experience the Spirit and not just in paper like? ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ ഇടയിൽ കടന്നു വന്നപ്പോൾ, സഭയിൽ ഇറങ്ങി വന്നപ്പോൾ ഹല്ലേലൂയ ലോകം കണ്ടിട്ടില്ലാത്ത അത്ഭുത പ്രവൃത്തികൾ, ദൈവ പ്രവൃത്തികൾ നടക്കുവാൻ തക്കവണ്ണമിടയായി. When the Spirit disappeared upon the disciples, they were able to do wonders. ഇന്ന് രാത്രി എന്നെ പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവ് ആത്മാവിൻ്റെതായ ശക്തി കേൾക്കുകയല്ല, ഞാൻ കാണുകയല്ല, അത് അനുഭവിക്കുവാൻ, അത് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ, അത് രുചിച്ചറിയുവാൻ എന്നെ സഹായിക്കണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയും? How many of us can pray this morning, Lord, not just as a listener, but I want to taste and experience the power of the Holy Spirit. ദൈവത്തിന്റെ സന്നിധിയിൽ ആ ഒരു ആഗ്രഹത്തോടുകൂടെ നമ്മൾ 42-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ, ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മാവിനാൽ നിറയപ്പെടുവാൻ, ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെടുവാൻ താല്പര്യപ്പെടുന്നു എന്നുള്ള വാഞ്ചയോടെ എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? As we read in Psalm 42, as the deer panted for the water, so my soul longs for you. How many today are desiring to experience the Spirit? ദൈവമേ, ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും തലവണക്കിയാട്ട്.
എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചാട്ട്, കർത്താവേ ഹല്ലേലൂയ, പേരിലല്ല ദൈവമേ, നേരിൽ തന്നെ ഹല്ലേലൂയ. ഇൻ റിയാലിറ്റി ഐ വാണ്ട് ടു ബി എ ബിലീവർ. ഐ വാണ്ട് ടു ബി a Pentecost believer. Hallelujah. Not in name, hallelujah, in real. Hallelujah. I want to fill with the Holy Spirit. കർത്താവേ, അതിനായി എന്നെ ഒരുക്കണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയും? പരിശുദ്ധ പിതാവേ, ഇന്ന് പൽക്കാലം ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. Father, we submit ourselves in your presence, Lord. Father God, fill each and every one of us, Lord.